നമസ്കാരം. ലോകം മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷനാണ് എന്നുള്ള മഹത്തായ വചനം എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. അത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന അനേകായിരം വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിലെ വിജയം നേടിക്കൊടുത്ത ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തെ ലൈവ് TV കേരളയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല ചൂണ്ടച്ചേരിയിലുള്ള സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഏറെ പ്രശസ്തമായ ഒരു കലാലയമാണ്. അതിലുപരി പച്ചപ്പട്ടാർന്ന മനോഹരമായ ഒരു ഗ്രീൻ ക്യാമ്പസ്, അതിവിദഗ്ധരായ അധ്യാപകരുടെ ടീച്ചിങ്, അതേപോലെ തന്നെ സുസജ്ജമായ പ്രാക്ടിക്കൽ ലാബുകൾ, ലൈബ്രറികൾ എന്ന് വേണ്ട മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സുകളുള്ള ലാബുകളുടെയൊക്കെ ഒരു നീണ്ട നിരയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ, അതേപോലെ തന്നെ ഇവിടുത്തെ പഠന രീതികൾ, എങ്ങനെയാണ് ജീവിത വിജയം നേടാൻ കഴിയുക അറിയണ്ടേ? കമാൺ. Hello all, welcome to St. Joseph's College of Engineering and Technology, Pala. സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചൂണ്ടച്ചേരി പാല, അതിൻ്റെ ബഹുമാന്യനായ ചെയർമാൻ വെരി റവറൻ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ, അദ്ദേഹമാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാല ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. എങ്ങനെ ഈ നേട്ടം കൈവരിക്കാനായി? അത് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 23 വർഷക്കാലമായിട്ടുള്ള നിരന്തരമായ പരിശ്രമം, അതോടൊപ്പം തന്നെ കഠിനാധ്വാനം, അത് ഈ തലത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയെന്ന് പറയാം. അതോടൊപ്പം തന്നെ അതിൻ്റെ പിറകിൽ 100 കണക്കിന് കരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആദ്യകാല ചെയർമാന്മാരായിരുന്ന മോൺസിഞ്ഞോർ ഫിലിപ്പ് ഞർലക്കാട്, ഇപ്പോൾ ഷംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ കൂടിയായിട്ടുള്ള അഭിമന്യമാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ പിതാവ്, പിന്നീട് എനിക്ക് തൊട്ടു മുമ്പ് വരെ ചെയർമാനായിരുന്ന മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഡയറക്ടർമാരും മാനേജർമാരും പ്രിൻസിപ്പൽസും, അതോടൊപ്പം തന്നെ ടീം അംഗങ്ങൾ, പ്രൊഫസേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അതുപോലെ ഉള്ള ഗ്രൗണ്ട് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വലിയൊരു പരിശ്രമം, ഒപ്പം ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ വലിയ ഒരു കഠിനമായ അധ്വാനം എല്ലാം അതിൻ്റെ പുറകിൽ ഉണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 23 വർഷം കൊണ്ട് ഈ വലിയൊരു റിസൾട്ടിൽ അല്ലെങ്കിൽ വലിയൊരു തലത്തിലേക്ക് ഉയരുവാനായിട്ട് സാധിച്ചത്. ഒപ്പം ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള ഞങ്ങളുടെ കേറ്ററിംഗ് കോളേജ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോളേജും അതേ ലെവലിൽ പാരലായിട്ട് ഇതേ കോമ്പൗണ്ടിൽ തന്നെ സമാനമായിട്ടുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എന്നോട് ചേർന്ന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ ഇതിൻ്റെ ഡയറക്ടറായിട്ടും അതുപോലെ കേറ്ററിംഗ് കോളേജിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടും ശുശ്രൂഷ ചെയ്യുന്ന, നാളെ ഇതുവരെയും അല്ലെങ്കിൽ 6-7 മാസം മുമ്പ് വരെയും പാലാ സെൻറ്റ് തോമസ് കോളേജ് ഓട്ടോണമസിൻ്റെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്താണ്. അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ഇതിനെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുവാനുള്ള വലിയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ദേവസ്യ സാറ്,
അതുപോലെ വൈസ് പ്രിൻസിപ്പൽ പുരയിടത്തച്ഛൻ അവരുടെ നേതൃത്വത്തിൽ ബർസാറ് മറ്റമുണ്ടയിലച്ഛൻ്റെ വലിയ സപ്പോർട്ടോടെ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അടുത്ത തലത്തിലേക്ക് ഞങ്ങൾ വീണ്ടും താല്പര്യത്തോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. പാലാരൂപതയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ്. ഒരുപക്ഷെ ഈ ഒരു ടീം വർക്ക് ആയിരിക്കാം ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇതിനെ വളരുന്നത്, അല്ലേ അച്ഛാ? അതെ, തീർച്ചയായിട്ടും ഇതിൻ്റെ സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് കൊണ്ട് ഇതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു കോളേജ്. ഞങ്ങൾക്കൊരു 10 കോളേജുകളുണ്ട്. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, നഴ്സിംഗ് കോളേജ്, പിന്നെ ഇത്തരം കോളേജുകൾ, അങ്ങനെ പലതായിട്ട് ഞങ്ങൾക്ക് 10 കോളേജുകളുണ്ട്. ആ 10 കോളേജിൽ ഏറ്റവും കൂടുതൽ ന്യൂമെറിക്കൽ സ്ട്രെങ്ത് ഏകദേശം 3500ഓളം സ്റ്റുഡൻസ് ഈ ക്യാമ്പസിൽ തന്നെയുണ്ട്. ശരി. പിന്നെ ഞങ്ങൾക്കൊരു 3000-അടുത്ത് വരുന്ന സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് ഉള്ള സെൻറ്റ് തോമസ് കോളേജ് ഞങ്ങളുടെ വേണമെങ്കിൽ പറയാം ഒരു പൈനിയർ സ്ഥാപനമാണ്. അവിടെ വിവിധ തരത്തിലുള്ള പുരോഗതി, പ്രത്യേകിച്ച് അതും ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് വന്നിരിക്കുന്നു. ഈ കോളേജും ഓട്ടോണമസിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട ജെയിംസ് മംഗളത്തച്ഛൻ്റെ വലിയൊരു നേതൃത്വം ആ കോളേജിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 10 കോളേജുകളിൽ ന്യൂമെറിക്കൽ സ്ട്രെങ്തിൽ തീർച്ചയായിട്ടും, അതുപോലെ നമ്മളൊരു കാലഘട്ടം വെച്ച് നോക്കിയാൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇതുപോലെ ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് ഉയരുവാനും ഒക്കെ സാധിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയ മികവാണ് ഈ കോളേജിൻ്റെ. അത് വിവിധ തരത്തിലുള്ള നല്ല എക്സ്പേർട്സിൻ്റെ ഒരു അസിസ്റ്റൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ശമ്പളം കിട്ടുന്നതിലുപരിയായിട്ടുള്ള ഒരു അധ്വാനം അവരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ ആദരവോടെ ഓർക്കുന്നു, നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊരു ഡീറ്റെയിൽ വെറുതെ നോക്കി. കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ലഭിച്ച ഒരു സ്ഥാപനം, ശരിക്കും ആ സ്ഥാപനത്തിൻ്റെ ഒരു മികവ് കൊണ്ട് തന്നെയാണ് അത് കിട്ടുന്നത്. പല കോളേജുകളും നിർത്തലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ഇത് മുന്നോട്ട് കുതിക്കുകയാണ്. അതിൻ്റെ രഹസ്യം എന്താണ് വെച്ചാൽ? എനിക്ക് തോന്നുന്നു ഞാൻ ആ സൂചിപ്പിച്ച നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർസീവറിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയുള്ള ടീം മാനേജ്മെൻറ്റ് അവിടെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഇതിൻ്റെ ഒരു ചെയർമാനായിരുന്ന മോൺസിഞ്ഞോർ ജോസഫ് മലപ്പറമ്പിലച്ഛന്, അദ്ദേഹത്തോട് കൂടി ഉണ്ടായിരുന്ന മാനേജർ കോരംകുഴയ്ക്കലച്ഛന്, പിന്നെ തീർച്ചയായിട്ടും അതിനോട് ചേർന്ന നമ്മുടെ ഡയറക്ടർ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു, അത് ഫില്ല് ചെയ്തുകൊണ്ട് എത്തിയ ജെയിംസ് അച്ഛന്, പിന്നെ പ്രിൻസിപ്പൽ ദേവസ്യ സാറിൻ്റെയും വൈസ് പ്രിൻസിപ്പൽ പുരയിടത്തച്ഛൻ്റെയും ബർസാറ് മറ്റമുണ്ടല്ലോ അഗ്രഗണ്യരാണ് തലപ്പത്തിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ ഞങ്ങളുടെ ഫിനാൻസ് ഓഫീസർ സുരേഷ്, ഞാൻ അഗ്രഗണ്യനായിട്ടില്ല, ഞാൻ ആകാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആവും. അവരുടെ ഒരു വലിയ ടീം എഫേർട്ട്, പ്രത്യേകിച്ച് അവർ വളരെ നല്ല രീതിയിൽ വൈഡ് റേഞ്ചിൽ നമ്മുടെ കോളേജിനെ പറ്റി ഉള്ള നല്ല മെസ്സേജ് എത്തിച്ചു. പിന്നെ ഇവിടുത്തെ ഒരു വലിയ നല്ല ഒരു ഡിസിപ്ലിൻ വിത്ത് ഫ്രീഡം, സ്റ്റുഡൻസിനെ ആരെയും നമ്മൾ ഉരുട്ടി കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ എവിടെ എത്തണം എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് പ്രദാനം ചെയ്യുന്നുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ വളരണം. അവരുടെ പേരൻസിന് അവരെ പറ്റിയുള്ള ചില സ്വപ്നങ്ങളുണ്ട്, അത് സാക്ഷാത്കരിക്കണം. ഈ സംസ്ഥാനത്തിനും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിനും അവരെ പറ്റി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, യുവജനങ്ങളെപ്പറ്റി. അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ സാക്ഷാത്കരിക്കണം. അതിന് സാധിക്കുന്ന എല്ലാം ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അവരെ എല്ലാ തരത്തിലും ഇൻ്റലക്ച്വലി ആൻഡ് മോറലി, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസും ഒക്കെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ആവശ്യമുള്ള ഫ്രീ ടൈമും അതോടൊപ്പം തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം ഞങ്ങൾ ഓറിയൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പഠനം തീർച്ചയായിട്ടും പിന്നെ എൻജോയ് ചെയ്യാൻ ഇവിടുത്തെ അധ്യാപകരോടും കുട്ടികളോടും ഞാൻ പറയുന്നത്, ഇവിടുത്തെ ലൈഫ് പഠനമാകട്ടെ അധ്യാപനമാകട്ടെ എൻജോയ് ചെയ്യണം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് വലിയൊരു നിർദ്ദേശമാണ്. എൻജോയ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കും ബർഡനാണ്, നമ്മൾ ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നു അവർക്കും വലിയൊരു ബർഡനാണ്. തീർച്ചയായും അത് ദുരന്തം എന്ന് നമുക്ക് വേണം വിശേഷിപ്പിക്കാം. അതുകൊണ്ട് അങ്ങനെ ആകരുത് എന്ന് ഞങ്ങൾ എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു കൺസെപ്റ്റ് വലിയ ഒരു തീർച്ചയായിട്ടും തന്നെയാണ്. കാരണം പേരൻസ് ഇപ്പം തന്നെ ഒത്തിരി എൻക്വയറി വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. ആ എൻക്വയറി എല്ലാം അവർ പറയുന്നത് വെച്ചാൽ സെൻറ്റ് ജോസഫ്സിൽ വരുന്നത്, കാരണം നിങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ പറ്റി ശ്രദ്ധാലുക്കളാണ്. എന്തെങ്കിലും നമുക്ക് പേരൻസിൻ്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതാണെന്ന് തോന്നിയാൽ നമ്മളത് പെടുത്താറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിലല്ലാതെ ഞങ്ങളുടെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും കൂടെ അവരെ മാനേജ് ചെയ്യുന്നുണ്ട്. കഴിയുന്നിടത്തോളം അവരെ കറക്റ്റ് ചെയ്യാനും, പിന്നെ ഈ ഏജ് ആണല്ലോ, അപ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്ലോഷൻസൊക്കെ നമുക്ക് നോർമലി പിന്നെ മുൻകൂട്ടി കാണാം. അത് മുൻകൂട്ടി കണ്ട് തന്നെയാണ് ഞങ്ങൾ അവരോട് പെരുമാറുന്നത്. പേരൻസിന് ഇവിടെ വിടുന്ന കുട്ടികളെ പറ്റി ദുഃഖിക്കേണ്ടി വരരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതൊരു വലിയ
എന്താ പറയുന്ന ഒരു അസ്വസ്ഥത ഉള്ള ഒരു കാര്യമാണ്. അല്ലെ ഈ കോമ്പൗണ്ട് ഒരു ബർഡനിങ് നേച്ചർ ഉള്ളതാണ്, അല്ലെ പഠനം അസാധ്യമാണ് എന്നൊന്നും വരാതിരിക്കാൻ അവർക്ക് പലപ്പോഴും ആവശ്യത്തിനുള്ളൊരു ഫ്രീഡം ഞങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. മറ്റു പലയിടത്തേക്കാൾ ഞങ്ങൾ ഫ്രീഡം വലിയ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളെക്കാൾ ഫ്രീഡം കൊടുക്കുന്നതോടൊപ്പം അവർക്ക് അത്യാവശ്യം സെൽഫ് ഡിസിപ്ലിൻ, അത് ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന ഡിസിപ്ലിനേക്കാൾ അവർക്കൊരു സെൽഫ് ഇമ്പോസ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് നമ്മൾ ട്രാക്ക് തെറ്റിപ്പോകരുത് എന്നുള്ളത് ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫും ഇന്നോ നാളെയോ എവിടെയെങ്കിലും എരിഞ്ഞു തീരേണ്ടതല്ല, അത് ഈ പറഞ്ഞാൽ ജ്വലിച്ചു തീരേണ്ടതാണ്. അത് ജ്വലിച്ചു തീരണമെങ്കിൽ വാഗ്ദാനങ്ങളാണ് അവർ ആ സ്പാൻ എടുക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ട് ആകണം. കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂസ് മുഴുവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കാൻ, അവരുടെ ജീവൻ മാത്രമല്ല ജീവിതവും നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. പലപ്പോഴും നമ്മൾ നോക്കുന്നത് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ്, അത് മാത്രം പോരാ, ജീവിതം നഷ്ടപ്പെടും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ശരിക്കും ഒരു ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണ്. നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകളാണ്. അത് ശരിക്കും ഇവിടെ അന്വർത്ഥമാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എദുക്കാരെ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ വരുന്നത്, അതിന്റെ അർത്ഥം തന്നെ ടു ബ്രിങ് ഔട്ട് എന്നാണ്. കുട്ടികളിൽ ഒത്തിരി നന്മയും ഒക്കെ കിടപ്പുണ്ട്, അതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അതാണ് ആക്ച്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യം ഇൻജക്ട് ചെയ്യുന്നതല്ല, അവരിൽ ഇൻബോൺ ആണ്, ഇന്നേറ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ സമയം കൊടുക്കും. ഇത് കഴിഞ്ഞ ആഴ്ച 2 ദിവസം അസ്ത്ര 940 എന്ന് പറഞ്ഞ് നമ്മുടെ 9ാമത്തെ എഡിഷനായിരുന്നു. അവിടെ എപ്പോഴും നടത്തുന്ന ഒരു ടെക് ഫസ്റ്റ്. അത് പിള്ളേരുടെ തന്നെ ക്രിയേറ്റീവ്, അതെ നല്ല രീതിയിൽ അവരത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യും. പിന്നെ കുട്ടികൾ എന്ന നിലയിൽ അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ഫ്രീഡമൊക്കെ കൂടുതൽ നോക്കുക. അപ്പം നമ്മളതിൻ്റെ അകത്ത് അത്യാവശ്യമുള്ള കാര്യം പറയാം, അതെ അത്രയും പോകരുത്, അത് ഈ കോമ്പൗണ്ടിൽ വരണം. പുറത്തേക്ക് ഇറങ്ങി മറ്റതിലേക്ക് പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമ്മൾ സ്നേഹപൂർവ്വം തിരുത്താനാ പലപ്പോഴും നോക്കും. ശരിക്കും ഇവിടേക്ക് വരുമ്പോൾ ആദ്യം ആകർഷിക്കുന്നത് കവികളൊക്കെ പറയുന്ന പോലെ പച്ചപ്പട്ടാർന്ന ഒരു പ്രകൃതി, ഒരു ഗ്രീനി ക്യാമ്പസ്. അതെ ഗ്രീനറി ഒക്കെ നമ്മൾ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതിനൊരു പ്രൈമറി ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ബാക്ക് യാർഡിലേക്ക് ചെല്ലുമ്പോൾ കൾട്ടിവേഷൻ മനോഹാരിതയാണ്. അതെ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു എപ്പോഴും ഉണ്ടല്ലോ, പിള്ളേർക്ക് പഠിത്തം എന്ന് പറയുന്നത് അവരുടെ തലയും അവരുടെ ആത്മാവും കൂളാണല്ലോ. ഒരു കാം ആൻഡ് സെറീൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ അത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ അഭിനന്ദ ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ കല്ലറങ്ങാട്ട് പിതാവ് ഞങ്ങളുടെ ഏറ്റവും മിടുക്കരായ 9 അച്ഛന്മാരെയാണ് ഈ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിനും കേറ്ററിംഗ് കോളേജിനുമായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അവരെ ഞങ്ങൾക്ക് മറ്റു ഫീൽഡുകളിൽ വളരെ ആവശ്യമുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം കണ്ടുകൊണ്ട് ഇവിടെയും അതുപോലെ സെൻറ്റ് തോമസ് കോളേജിൽ ഞങ്ങളൊരു 7 അച്ഛന്മാരെ ആ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാനും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട്. കാരണം ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളാണ്. ഇവിടെ വരുന്ന യൂത്ത് നമുക്ക് ഒത്തിരി പ്രോമിസിങ് ആണ്. ആ പ്രോമിസിങ് ആയിട്ട് തന്നെ അവർ പുറത്തേക്ക് പോകണം. ആർക്കും നമ്മുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും വരുമ്പോൾ അത് സന്തോഷകരമായിരിക്കും. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കിർഫിൽ കേരളയുടെ റേറ്റിങ്ങിൽ ഹയർ എഡ്യൂക്കേഷൻ റേറ്റിങ്ങിൽ നമ്മൾ ആദ്യത്തെ 10-1 വന്നു. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തവണ ആദ്യമായി നാക് അക്രഡിറ്റേഷൻ പോയതാണ്. അപ്പോൾ നമുക്ക് പിന്നെ നാക് അക്രഡിറ്റേഷൻ പിന്നെ എ ഗ്രേഡോടുകൂടി കിട്ടിയെന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മളുടെ അടുത്ത ഗ്രേഡിൽ നമുക്ക് തീർച്ചയായിട്ടും A+ഉം A++ മേടിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ നമുക്ക് ആദ്യത്തെ തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുള്ള സ്ഥാപനമാണ്. എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ചെയ്യുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം കേറ്ററിംഗ് കോളേജിലാണെങ്കിലും നമുക്കിപ്പോൾ ഓൾറെഡി അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ഫൈനൽ ബാച്ചുകാർ എല്ലാം പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞു. ഇവിടുത്തെ ആണെങ്കിലും ഞങ്ങളുടെ ഒരു 80% അബോ ഇപ്പം തന്നെ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞു. അത് വലിയ കാര്യമാണല്ലോ. ഈ അതായത് എക്സാം കഴിഞ്ഞിട്ടില്ല, അതിനുമ്പ് 80% പ്ലേസ്മെന്റ് ഉള്ളത്. ഇവിടെ നേരത്തെ പഠിച്ച ഒരു രക്ഷകർത്താവ് എന്നോട് പറഞ്ഞത് ശരിക്കും എനിക്ക് വലിയ സന്തോഷം തോന്നി. വിദേശത്ത് ഒരു വർഷം 60 ലക്ഷത്തിലധികം രൂപ സാലറി എൻ്റെ മകൻ വാങ്ങുന്നു. അത് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും ഇതൊരു പരസ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞു. അത് ഒരാളല്ല, അതുപോലെ നമുക്ക് ഡസൻ കണക്കിന് കുട്ടികൾ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പിന്നെ പുതിയ ഡയറക്ടർ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടെയെങ്കിലും പ്ലേസ്മെന്റ് കിട്ടിയാൽ പോരാ, റെക്കഗ്നൈസ്ഡ് പോസ്റ്റുകളിൽ അവരെ പ്ലേസ് ചെയ്യണം. വെറുതെ നമ്മൾ കയറ്റി വിടുക എന്നുള്ളത്. എവിടെയെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു തട്ടുകട പോലെ ഒരു കടയിൽ കൊടുത്തിട്ട് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് ക്ലെയിം ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല. നമ്മുടെ കോളേജ് ഇതുപോലെ വളരെ ഇതായിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വലിയ നമ്പർ കിട്ടി. ഇത്തവണ നമ്മൾ ആ റേഞ്ചിന് മുകളിലേക്ക് എത്താനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും മികച്ച കമ്പനികളിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത, അല്ലേ? അതെ അതെ, അത് ശരി.
അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു. വളരെ തിരക്കുള്ള സമയത്ത് സഹകരിച്ചതിന് അച്ഛന് പ്രത്യേക നന്ദി. താങ്ക് യു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എൻ്റെ പേര് ഷെബിൻ ഷാദിക്ക്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ ക്യാമ്പസിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറുകളുള്ള ക്യാമ്പസുകളിൽ ഒന്നാണ് SJCET പാല. അതേപോലെ തന്നെ ലാബുകളുടെ കാര്യം വരുമ്പോൾ ഏറ്റവും എല്ലാ കുട്ടികൾക്കും മികച്ച രീതിയിൽ ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കോളേജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ലാബുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ് SJCET പാല എന്ന് പറയാൻ സാധിക്കുന്നത്. മികച്ച ടീച്ചിങ് സ്റ്റാഫുകളുടെയും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും പരിശ്രമം മൂലം മികച്ചൊരു കോളേജായി വാഴ്ത്തപ്പെടേണ്ട ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. കോളേജിൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് ആണ് എന്നോടൊപ്പം ഉള്ളത്. അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാങ്കേതിക വിദ്യാഭ്യാസം ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴും സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ കോളേജ് ഒന്നിൽ കൊടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾക്കാണ്, ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്, അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? സാങ്കേതിക വിദ്യാഭ്യാസം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ ഒരു പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ടാണ് 2002 ഈ കോളേജിന് തുടക്കം കുറിച്ചത്. അവിടെ മുതൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസം നൽകുവാൻ കോളേജ് ശ്രദ്ധിക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ ആവശ്യമായ രീതിയിലുള്ള പുതിയ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ കോളേജിൽ 9 BTech പ്രോഗ്രാമുകളും MCA, MBA ഉൾപ്പെടെയുള്ള 7 PG പ്രോഗ്രാമുകളും 7 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. അതുതന്നെ നമ്മളെല്ലാ വിധത്തിലുമുള്ള സാങ്കേതിക പരിജ്ഞാനവും അതിലുപരി വിദ്യാർത്ഥികൾക്ക് സ്കിൽ ആർജിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയുള്ളത്. അതേപോലെ എനിക്ക് തോന്നുന്നു പ്രഗത്ഭരായ അധ്യാപകർ, വെൽ എക്യുപ്ഡ് ലാബുകൾ, അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അല്ലേ സാർ? തീർച്ചയായിട്ടും. നമ്മുടെ സ്റ്റാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല. അതിനപ്പുറം വിദ്യാർത്ഥികൾക്ക് സ്കില്ല് കൊടുക്കുന്നതിന് ആവശ്യമായ രീതിയിൽ വിദ്യാർത്ഥികളെ ഒരുക്കുന്നു. അതുപോലെ തന്നെ അവർ തന്നെ ഒത്തിരിയേറെ FDP പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു, റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ അവർ അക്കാഡമിക് രംഗത്ത് മുന്നിട്ടിറങ്ങി നിൽക്കുന്നു. തന്നെയല്ല, വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ പോലെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അധ്യാപകരാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും കോളേജ് ഒരുപാട് മുൻകൈ എടുക്കുന്നുണ്ട്. ഇന്ന് ഇന്നൊവേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇന്നൊവേറ്റീവായിട്ട് ഒത്തിരിയേറെ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങൾ ഒരുപക്ഷെ ഇവിടെ ടെക് ഫെസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്രയേറെ സ്കില്ല് ആർജിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതുപോലുള്ള ടെക് ഫെസ്റ്റുകൾക്ക് ഇവിടെ ടെക് ഫെസ്റ്റ് ഉണ്ട്. അതുപോലെ മറ്റു കോളേജുകൾ നടക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പോയി സമ്മാനങ്ങൾ കരസ്ഥമാക്കാറുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടേതായിട്ട് രീതിയിലുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 80% വിദ്യാർത്ഥികൾ പ്ലേസ്ഡ് ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതുതന്നെയാണ്. ശരി, എനിക്ക് തോന്നുന്നു ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ അതിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് മികച്ച ഒരു ടീമാണ്. തീർച്ചയായും എളുപ്പത്തുള്ളത്. തീർച്ചയായും. ഇനിയുള്ള ഡ്രീമുകൾ എന്തൊക്കെയാണ് അച്ഛാ? ഞങ്ങൾക്ക് വലിയൊരു ഡ്രീമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ രൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവും അതുപോലെ ഈ കോളേജിലെ സ്ഥാപക രക്ഷാധികാരിയായ അഭിവന്യ മാർ ജോസഫ് പള്ളിക്കാപ്പുറം പിതാവും അതുപോലെ ഇതിൻ്റെ മുൻ ചെയർമാനായിരുന്ന ജോസഫ് മലയപ്പള്ളിച്ചനും അതുപോലെ ഇപ്പോഴത്തെ ചെയർമാനായ ജോസഫ് തടത്തിലച്ചനും എല്ലാം ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അനധിവിദൂര ഭാവിയിൽ ഈ കോളേജിനെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തുക. അത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയായിട്ട് നമ്മളതിനെ കാണുന്നു. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും എല്ലാം ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് അത് അനധിവിദൂര ഭാവിയിൽ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ എന്തായാലും ആ ഒരു ഡ്രീം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എൻ്റയർ മീഡിയ ടീമിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ നേരുകയാണ്. താങ്ക് യു. അതേപോലെ തന്നെ ഒരു ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ
അച്ഛനറിയാമല്ലോ അല്ലേ, ഏറ്റവും എന്നെക്കാളും കൂടുതൽ അച്ഛൻ നന്നായിട്ട് അറിയാം. കുട്ടികളെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും സെൻറ്റ് ജോസഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾ, കാം ആൻഡ് ക്വയറ്റ്. ഞങ്ങൾ വന്നപ്പോൾ ഏറ്റവും ആകർഷിച്ചൊരു കാര്യമാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു? അത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടായൊരു പ്രയത്നമാണ്. ഒന്ന്, ഒത്തിരി ഉഴപ്പണമെന്ന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ സെൻറ്റ് ജോസഫിലേക്ക് വരികയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർക്കറിയാം ഇവിടുത്തെ നിയമങ്ങൾ എന്താണ്, ഇവിടുത്തെ ചട്ടങ്ങൾ എന്താണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പോകുന്ന ഒരു കലാലയം എന്നുള്ള നിലയിൽ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളും മറ്റുള്ളവരും എല്ലാം ഈ കോളേജിനെ പ്രിഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളോട് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കുന്നതിനുള്ള ഒരു മനസ്സ് അവർ കാണിക്കാറുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഡിസിപ്ലിനിൽ ഭംഗം വരുന്നുവെന്ന് തോന്നിയാൽ ഇവിടുത്തെ അധ്യാപകരെല്ലാവരും ഓടിയെത്തും, അധ്യാപകരും അനധ്യാപകരും ഓടിയെത്തും. ടീം ഓഫ് ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. അവരതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റും. വലിയൊരു കാര്യം. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടവും. ടീം വർക്ക് എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അത് തടത്തിലച്ചൻ ഇവിടെ വന്നതിന് ശേഷം അതിൽ വളരെ കുറച്ച് നാളുകളെ ആയുള്ളെങ്കിൽ അതിൽ വലിയ പുരോഗതി നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അധ്യാപകർക്ക് നമുക്ക് ടീം വർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മുഴുവനാണെന്നുള്ളൊരു ആശയം അച്ഛൻ പകർന്നു നൽകിയിട്ടുമുണ്ട്. അച്ഛൻ, നമുക്ക് ഏതൊക്കെ അക്രഡിറ്റേഷനാണ് ഈ കോളേജിനുള്ളത്? നമുക്ക് യോഗ്യമായ എല്ലാ കോഴ്സുകളിലും NBA അക്രഡിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ആദ്യം നമുക്ക് നാക് അക്രഡിറ്റേഷനിൽ A ഗ്രേഡ് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് കിർഫിൻ്റെ ഏറ്റവും നല്ല 10 കോളേജുകളിൽ ഒന്നായിട്ട് മാറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കിർഫ് റാങ്കിങ്ങിൽ. അതോടൊപ്പം തന്നെ ISO റാങ്കിങ്ങിലും ഈ കോളേജ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി നമ്മൾ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ക്യാമ്പസ് എന്നുള്ള ഒരു റാങ്കിങ്ങും നമുക്ക് സർട്ടിഫിക്കേഷനും നമുക്ക് പല ഏജൻസികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്യാമ്പസിൽ വരുമ്പോൾ തന്നെ ഒരുപക്ഷെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ എൻവയോൺമെൻ്റ് ആണ്. ഒരു ഹരിത ക്യാമ്പസാണ്. ഞാനത് നേരത്തെ പറഞ്ഞു. ഞാനത് ഓക്കെ, ഒരു ഹരിത ക്യാമ്പസാണ്. പ്രത്യേകിച്ച് ഈയിടെയും എറണാകുളത്ത് നിന്ന് വന്ന ഒരു ടീം എന്നോട് കണ്ടപ്പോഴേ, അച്ഛാ, ഇങ്ങനെ ഒരു ക്യാമ്പസ് കേരളത്തിലുള്ളത് ഒരു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, എത്രയോ മനോഹരമാണ് നിങ്ങളുടെ ക്യാമ്പസ് പറയുകയുണ്ടായി. തീർച്ചയായും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ നമുക്ക് ശക്തമായ ഒരു പ്ലേസ്മെന്റ് സെല്ല് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയ ബോർഡുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടുത്തെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായ സച്ചിൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെ പ്ലേസ്മെൻറ്റിനായിട്ട് വിവിധ കോളേജുകളിലേക്ക് വിടുകയും പല ഏജൻസികളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ വർഷം നല്ല ഒരു പ്ലേസ്മെൻറ്റ് കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതും ക്വാളിറ്റി കമ്പനികളിൽ നിന്നുള്ള പ്ലേസ്മെൻറ്റ് ഓഫറുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. അത് ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ സെൻറ്റ് ജോസഫ്സിലേക്ക് ആകർഷിക്കുന്ന ഒരു സുപ്രധാന ഘടകവുമാണ്. ശരി. എന്തായാലും എല്ലാ സ്വപ്നങ്ങളും പൂവണിയാൻ വേണ്ടി ലൈറ്റിയുടെ ഇൻ്റർമീഡിയറ്റ് ടീമിൻ്റെ എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ അച്ഛന് പ്രത്യേക നന്ദി. താങ്ക് യു. ഹായ്, എൻ്റെ പേര് നിക്കോൾ നിൽസൺ. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ്, നരിയങ്ങാനം എന്ന് പറയും. ഞാൻ ഈ കോളേജ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളേജിൻ്റെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റി, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഇവിടെ നമുക്ക് പറയുവാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് എഡ്യൂക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് ആൻഡ് ഇവിടുത്തെ ലൈബ്രറീസ്, നമുക്ക് തൗസൻഡ്സ് ഓഫ് ബുക്സ് ഉണ്ട് ഇവിടെ. നമുക്കൊരു പുറത്തുനിന്നൊരു സോഴ്സോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഇതിലേക്ക് നോക്കാൻ പോകണ്ട. ആൻഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും HODs, ടീച്ചേഴ്സ് എല്ലാം ദി ബെസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ വന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ VP ദേവസ്യ. ഈ കോളേജിൻ്റെ സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പളാണ്. നമ്മൾ ഈ കോളേജ് 2002 തുടങ്ങി. ഇന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ 9 BTech പ്രോഗ്രാമുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ 4 MTech പ്രോഗ്രാമുകളും ഒരു MCA പ്രോഗ്രാം, MBA പ്രോഗ്രാം, പിന്നെ ഇൻ്റഗ്രേറ്റഡ് MCA പ്രോഗ്രാം, അതോടൊപ്പം 5-6 മേഖലകളിൽ റിസർച്ച് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 150-ൽ പരം ഫാക്കൽറ്റി മെമ്പേഴ്സും അതിനോടനുബന്ധിച്ചുള്ള മാൻ പവറും ചേർന്ന് നമുക്കൊരു 46 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഒരു ക്യാമ്പസാണിത്.
ഇവിടെ കുട്ടികളുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഓൾ റൗണ്ട് ഒരു ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള സാഹചര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് പോയി വരുന്ന പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് 25 കോളേജ് ബസ്സുകൾ ഈ കോളേജിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ബിടെക് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കുള്ളതാണ്. അവർക്ക് കേരള ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള എൻട്രൻസിൻ്റെ മാനദണ്ഡത്തിലും അല്ലാതെ NRI കാറ്റഗറിയിലും അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. +2 എലിജിബിലിറ്റിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഗ്രൂപ്പിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കാണ് ഇവിടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ അഡ്മിഷനുള്ളത്. അതോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് MCA പ്രോഗ്രാമിൽ +2വിൻ്റെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നും കൂടി വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. MCAയ്ക്കും MBAയ്ക്കും BBA BCA മറ്റ് ഡിഗ്രി ബ്രാഞ്ചുകളിൽ ഉള്ള കുട്ടികൾക്കാണ് അതിൻ്റെ എലിജിബിലിറ്റി ഉള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പാസ്സായി വരുന്നവർക്ക് ആണ് മെറിറ്റ് കാറ്റഗറിയിലുള്ള അഡ്മിഷൻ ഉണ്ടാവുക. നമുക്ക് കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും അസോസിയേഷൻ ആക്ടിവിറ്റീസ്, അതേപോലെ മറ്റ് കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ നമ്മൾ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. ടെക് ഫെസ്റ്റുകളായിട്ടും മറ്റ് കൾച്ചറൽ പ്രോഗ്രാംസ് ആയിട്ടും കുട്ടികളുടെ ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് ഉള്ള വേദി ആണ് നമ്മൾ ഒരുക്കുന്നത്. ഇവിടെ നിന്നും വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ബിടെക് പ്രോഗ്രാംസും MTech പ്രോഗ്രാംസും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ടൈമിങ്സിനനുസരിച്ചിട്ടും അവരുടെ ഹോളിഡേയ്സിലും വന്ന് പഠിക്കാൻ പറ്റുന്നത് പോലെ അവർക്ക് കുറേ ക്ലാസ്സുകൾ ക്യാമ്പസിൽ വന്ന് പഠിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളത് ഓൺലൈനായിട്ടും കൂടി ചേർന്നിട്ട് ഒരു ഹൈബ്രിഡ് മോഡിലുള്ള ക്ലാസ്സുകൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ കോളേജ് കഴിഞ്ഞ 2024-25 അക്കാഡമിക് ഇയർ മുതൽ ഓട്ടോണോമസ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരീക്ഷകളുടെ നടത്തിപ്പും അതുപോലെ തന്നെ മറ്റ് സിലബസ് ഫോർമുലേഷന് വേണ്ടിയിട്ടും മറ്റെല്ലാത്തിനും നമുക്ക് അബ്സല്യൂട്ടായിട്ട് ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് തന്നെ ഈ പ്രോഗ്രാംസ് എല്ലാം നടത്താൻ പറ്റുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്യാമ്പസിൽ ഫ്രം ദ ഫസ്റ്റ് സെമസ്റ്റർ ഓൺവേർഡ്സ് കുട്ടികൾക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അവരെ ബൈ ദ ഫൈനൽ ഇയറിൽ എത്തുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് സ്കിൽസും ഇൻഡസ്ട്രി റെഡി സ്കിൽസും കിട്ടുന്നതിന് ആവശ്യമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്. അത് കരിക്കുലത്തിൽ എന്തൊക്കെ ഗ്യാപ്പുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്യാപ്പിൽ നിന്ന് എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്നത് പോലെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും അവർക്ക് ആവശ്യമുള്ള പാർട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് റെഡി ആയിട്ട് കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടും അതേപോലെ തന്നെ ഡൊമൈൻ നോളജ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്കിൽഡ് ടീച്ചേഴ്സിൻ്റെ വെളിച്ചത്തിലും അല്ലാതെ സോഫ്റ്റ് സ്കില്ലും മറ്റ് ജനറൽ ആയിട്ടുള്ള ഇൻഡസ്ട്രി സ്കിൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഹെൽപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം കുട്ടികളിൽ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് നിയ പയസ്. ഞാൻ എന്നെ അബി. ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് കോളേജ് ഫുള്ളുള്ളത്. നല്ല ബിൽഡിങ്സും അതുപോലെ തന്നെ ഭയങ്കര എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസാണ് നമ്മുടെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ടീച്ചേഴ്സാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റെഫറൻസ് വേണമെങ്കിലും അവരുടെ അടുത്ത് ചെല്ലാം. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ലൈബ്രറി ഫെസിലിറ്റി, നമുക്ക് റെഫറൻസിന് ആവശ്യമായ ബുക്ക് എല്ലാം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ലൈബ്രറി വന്നാൽ മതി. ആൻഡ് നമുക്ക് ലൈബ്രറി അത്രയ്ക്ക് നല്ലൊരു ഫെസിലിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിലും ഞാനിപ്പോൾ ഹോസ്റ്റലറാണ്. അപ്പോൾ ഹോസ്റ്റൽ സർവീസ് അതുപോലെ തന്നെ ഇവിടെ ഇവൻറ്റുകൾ വരുവാണെങ്കിലും എല്ലാം ഭയങ്കര സൂപ്പറായിട്ടാണ് നടക്കുന്നത്. നമുക്കിവിടെ കോളേജ് വരുമ്പം ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സാണ്. അപ്പോൾ വന്നതിന് ശേഷം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് കോളേജ് വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കോളേജാണിത്. ഞാൻ ഡോക്ടർ ജോസഫ് പുരയിടത്തിൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ MBA ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാക്കൽറ്റിയാണ് ഞാൻ. നമ്മുടെ കോളേജിന് 4 ഹോസ്റ്റൽസാണ് ഉള്ളത്. 4 ഹോസ്റ്റലിൻ്റെയും മെയിൻ വാർഡനായിട്ടൂടെ ഉള്ള ചുമതല ഇപ്പോൾ നിർവഹിക്കുന്നുണ്ട്. കുട്ടികളുടെ ബൗദ്ധികപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആത്മീയമായ കഴിവുകൾ, ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കലാപരമായ കഴിവുകൾ, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനുള്ള അവസരങ്ങളെല്ലാം നമ്മൾ കോളേജിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പല ക്ലബ്ബുകൾ, NSS, NCC തുടങ്ങിയ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് നമ്മുടെ ക്യാമ്പസ്. എൻ്റെ പേര് സച്ചിൻ ജോസ്. ഞാൻ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫീസറാണ്. നമ്മൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് 400 മുതൽ 500 വരെ പ്ലേസ്മെൻറ്റ്സ് ഓൺ ആൻ ആവറേജ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.
അത് കോർ ബ്രാഞ്ചസ് ആയ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ സഹിതം IT-യുടെ ബൂം സമയത്ത് പോലും നമുക്ക് കോർ ബ്രാഞ്ചസിലും നല്ല പ്ലേസ്മെൻറ്റുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വർഷവും ആ പഴയ ഒരു ടെമ്പോ നിലനിർത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. പ്ലേസ്മെൻറ്റിൽ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് വൈൻഡിങ് അപ്പ് സീസൺ ആണെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് നല്ല കമ്പനികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിലും അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ഇവിടുത്തെ കോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായി നമുക്കൊന്നറിയാം. ഞാൻ പാലാ രൂപതയുടെ കീഴിലുള്ള സെൻറ്റ് ജോസഫ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി പാലായുടെ ഡയറക്ടറാണ്. എൻ്റെ പേര് ഫാദർ ജോസഫ് വാട്ടപ്പള്ളിൽ. ഈ കോളേജ് 2010 ആരംഭിച്ചതാണ്. 2010 ആരംഭിച്ചത് മുതൽ 4 വർഷത്തെ BHM കോഴ്സാണ് ഇവിടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഈ കോഴ്സിൽ പങ്കെടുത്ത ഇതുവരെയുള്ള പുറത്തിറങ്ങിയ എല്ലാ ബാച്ചിലെ കുട്ടികൾക്കും നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ വർഷം നമ്മൾ അവസാനത്തോടെ നമ്മൾ NAAC-ൻ്റെ അക്രഡിറ്റേഷന് പോവുകയും ഹോട്ടൽ മാനേജ്മെൻറ്റ് മാത്രം പഠിപ്പിക്കുന്ന, അതായത് BHM മാത്രം പഠിപ്പിക്കുന്ന കേരളത്തിലെ കോളേജുകളിൽ അക്രഡിറ്റേഷൻ ലഭിച്ച ഏക കോളേജാണിതെന്ന് പറയുന്നതിൽ ശരിക്കും അഭിമാനം തോന്നുന്നു. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെറി കുര്യൻ സാറ് ഇതിൻ്റെ അഭിമാനമായിട്ട് സാറിനെ പറയുന്നതിന് കാരണം 30-32 വർഷത്തോളം ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ ഷെറി കുര്യൻ സാറ്. സാറിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഫാക്കൽറ്റിയാണ് ഇതിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുക. പാലായിൽ ചുറ്റുമുള്ള പ്രദേശം, പ്രത്യേകിച്ച് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം മേഖലയിൽ നിന്നുള്ള സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിച്ച് ഈ 100% പ്ലേസ്മെൻറ്റോടുകൂടി പുറത്തിറങ്ങുക. ഇവർ പ്രത്യേകിച്ച് നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് നമുക്ക് വിദേശത്ത്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ 8-10 പേർക്കും, ഇറ്റലിയിൽ 3-4 പേർക്കും, ബാക്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 10-15 പേർക്കും നമുക്ക് നേരിട്ട് തന്നെ കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമസ്കാരം. ഞാൻ സെൻറ്റ് ജോസഫ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കേറ്ററിംഗ് ടെക്നോളജി പാലയുടെ പ്രിൻസിപ്പളാണ്. എൻ്റെ പേര് ഡോക്ടർ ഷെറി കുര്യൻ. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഈ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഞങ്ങൾ 4 വർഷത്തെ BHM ഡിഗ്രി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു BHM 4 വർഷത്തെ കോഴ്സാണ് ഇവിടെ നടത്തുന്നത്. കൂടാതെ ഞങ്ങളുടെ സിസ്റ്റർ കൺസേണായ SJIVT എന്ന് പറയുന്ന സെൻറ്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം അതും കൂടെ ഇതിൻ്റെ കൂടെ നടത്തുന്നുണ്ട്. അത് 1 ഇയർ ഷോർട്ട് ടേം പ്രോഗ്രാമുകളാണ്. അതായത് മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ മിനിസ്ട്രി ഓഫ് HRDയുടെ അംഗീകാരത്തോടു കൂടി നടത്തപ്പെടുന്ന പ്രോഗ്രാമാണ് ഈ ഷോർട്ട് ടേം ആയിട്ട് നടത്തുന്ന ഈ 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തെ BHM പ്രോഗ്രാമിൻ്റെ എല്ലാ വർഷവും +2 റിസൾട്ട് വന്നതിന് ശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ CAP വഴിയാണ്, അല്ലെങ്കിൽ കോമൺ അഡ്മിഷൻ പ്രൊസീജിയർ പ്രകാരമാണ് നമ്മൾ നടത്തുന്നത്. കൂടാതെ നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യവും നമ്മുടെ കോളേജിലുണ്ട്. അത് വന്ന് അതിനനുസരിച്ച് മാതാപിതാക്കൾക്കും സ്റ്റുഡൻസിനുമൊക്കെ നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കൂടാതെ ഈ CAPൽ വരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫൈനൽ അഡ്മിഷൻസ് എടുക്കുന്നത്. അവർക്കാണ് 4 വർഷത്തെ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനും പ്രാക്ടിക്കൽ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ നൽകുന്നുണ്ട്. കൂടാതെ ഈ 1 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, അത് ഞാൻ പറഞ്ഞല്ലോ, മിനിസ്ട്രി ഓഫ് HRDയുടെ കീഴിലുള്ള നേരിട്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലേക്കായിട്ട് +2 ജയിച്ചവരും തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അത് ഒരു 1 ഇയർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ SSLC പാസ്സായാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിക്വയർഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. 18 വയസ്സ് തികഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഏവിയേഷൻ മാനേജ്മെൻറ്റിലും അതുപോലെ ഏവിയേഷൻ ഓപ്പറേഷൻ കാർഗോ മാനേജ്മെൻറ്റിലും അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റിലും ഒക്കെയും ഉള്ള 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ഇവിടെ പഠിക്കുവാനും അതനുസരിച്ച് തൊഴിലവസരങ്ങൾക്കനുസരിച്ചുള്ള പ്ലേസ്മെൻറ്റും നൽകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിലെ വിജയം നേടുവാൻ, ഉന്നത പദവിയിൽ എത്തിച്ചേരുവാൻ സാങ്കേതിക വിദ്യാഭ്യാസം മികവുറ്റ രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ആ സ്ഥാപനത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്,
സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ചൂടച്ചേരി, പാല. അപ്പോൾ പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സെൻറ്റ് ജോസഫിലെ കില്ലാടികൾക്കൊപ്പം സൈനിങ് ഓഫ് ചങ്ങനാശ്ശേരി.